ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന ഇടത് യൂണിയന്റെ ആവശ്യത്തിനെതിരായ പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നീക്കമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ജനം ടിവിയോട് പറഞ്ഞു. ആസൂത്രിതമായി പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റികളിൽ കയറിപ്പറ്റി ആ ക്ഷേത്ര ഭരണസമിതികൾ പിടിച്ചടക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ട ക്ഷേത്ര ഭരണസമിതികളിലൂടെ നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടുക മാത്രമല്ല, ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഭക്തജന സംഘടനകളെ മുഴുവൻ ഒഴിവാക്കി ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കപ്പുറത്തേക്ക് പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് പാർട്ടിയുടെ ആശയത്തിനനുസരിച്ചുള്ള പരിപാടികൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ നടപ്പാക്കുകയും ക്ഷേത്രങ്ങളെ ഭക്തജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായ വേദിയാക്കി ക്ഷേത്രങ്ങളെ മാറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നുകൊണ്ടിരിക്കുക. അഖിൽ പാലോട്ടുമടമുണ്ട്. അഖിൽ, ഈ ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു രീതി ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഉദ്യോഗസ്ഥ യോഗങ്ങളിലാണ് യൂണിയൻ പ്രതിനിധികളെ, അതും സ്വന്തം പാർട്ടിക്കാർ ഉൾപ്പെടുന്ന അവരെ ആവശ്യത്തിനെതിരെ ഈ ഇടത് യൂണിയന്റെ ആവശ്യവും ഉണ്ടായിട്ടുള്ളത്. ഒപ്പം വലിയൊരു പ്രതിഷേധം തന്നെയല്ലേ ഈ ഒരു നീക്കം, ഈ CPMന്റെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ നടക്കുന്നത് എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധം തന്നെയല്ലേ ഹിന്ദു സംഘടനകൾ നടത്തുന്നതും. ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലുള്ള CPMന്റെ കടന്നുകയറ്റം കുറേ നാളുകളായി നമുക്ക് കാണാനും അറിഞ്ഞതും ഒക്കെയാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡുകളെ തിരിച്ചിട്ടുള്ളത് സബ് ഗ്രൂപ്പ്, അതിനുശേഷം ഗ്രൂപ്പ്, പിന്നീട് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നീട് കമ്മീഷണർ, അതിനു മുകളിലാണ് സെക്രട്ടറി. ഇതാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു പാറ്റേണായി നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ ദേവസ്വം ബോർഡിൻ്റെ ഉള്ളത്. അതിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് സബ് ഗ്രൂപ്പ് ഓഫീസർമാരുടെ സബ് ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ മുകളിലേക്കുള്ള എല്ലാ തസ്തികകളുടെയും യോഗം ചേരുന്ന സമയത്ത് അംഗീകൃത തൊഴിലാളി സംഘടനാ യൂണിയൻ, അതായത് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനെ കൂടി അതിൻ്റെ ഭാരവാഹികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ഒരു വിചിത്രമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു കത്ത് ഈ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ ദേവസ്വം ബോർഡിനെ നൽകിയിരിക്കുന്നത്. ആ കത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ആ കത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ ചേരുന്ന യോഗങ്ങളിൽ യൂണിയൻ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം, അങ്ങനെ ഉൾപ്പെടുത്തി കാര്യങ്ങൾ തീരുമാനിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും അതിലൊരു അനുകൂല നിലപാട് ഇതുവരെ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടില്ല. ചിലപ്പോൾ അടുത്തു ചേരുന്ന ബോർഡ് യോഗത്തിലായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാവുക. അത്തരത്തിൽ ചേരുന്ന ഒരു ബോർഡ് യോഗത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇപ്പോൾ തീരുമാനമെടുക്കുക എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോയാൽ അതിനെ കൂടുതൽ പ്രതിരോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകൾ ഒരു തീരുമാനമായി എടുത്തിരിക്കുന്നത്. അതിൽ നമ്മളോട് പ്രതികരിച്ച ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞത്, ക്ഷേത്രങ്ങളെ പിടിച്ചെടുത്ത് ക്ഷേത്രാചാരങ്ങളിൽ കടന്നുകയറി ക്ഷേത്രാചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള ഗൂഢമായ ഒരു കമ്മ്യൂണിസ്റ്റ് നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഇടതു സംഘടനകളുടെ, അതായത് അംഗീകൃത യൂണിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഫെഡറേഷനാണ്, അതായത് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന കോൺഫെഡറേഷനാണ്. അവിടെ ദേവസ്വം ബോർഡിനകത്തുള്ള മറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഒന്ന് TDF ആണ്, അത് കോൺഗ്രസിൻ്റെയാണ്. പിന്നീടുള്ളത് എംപ്ലോയീസ് സംഘമാണ്, അത് ഒരു ഹിന്ദു സംഘടനകളുമായി അനുഭവമുള്ള എംപ്ലോയീസ് സംഘമുണ്ട്. മറ്റൊന്ന് RSP നേതൃത്വം നൽകുന്ന എംപ്ലോയീസ് യൂണിയനാണ്. അങ്ങനെ ഒരു 3-4 യൂണിയനാണ് നിലവിൽ ദേവസ്വം ബോർഡിനകത്ത് തൊഴിലാളി യൂണിയനായി പ്രവർത്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ റഫറൻഡത്തിൽ അംഗീകാരം ലഭിച്ചത് കോൺഫെഡറേഷനാണ്. പക്ഷേ അവരാണ് ബോധപൂർവം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ തന്നെ അവർ ശബരിമല അടക്കം സന്ദർശിക്കുന്നു. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നുണ്ടാവും, സർക്കാർ അല്ലെങ്കിൽ മന്ത്രിതല ഉപസമിതിയൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി നടക്കുന്നിടത്തൊക്കെ ഉപസമിതി സന്ദർശിക്കുന്നതൊക്കെ ഒരു സ്വാഭാവികമാണ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് കോൺഫെഡറേഷൻ ഈ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ സംസ്ഥാന ഭാരവാഹികളുടെ ഒരു സംഘം ശബരിമല സന്ദർശിക്കുന്നു. ശബരിമലയിലെ വിവിധ മേഖലകൾ സന്ദർശിച്ച് അതിനുശേഷം അവർ അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ ഒരു ഉപസമിതിയെ പോലെ അവർ സന്ദർശിക്കുകയും അതിൻ്റെ നിർദ്ദേശങ്ങൾ അവർ അധികാരതലത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു കാര്യം കൂടി എന്ന് ചേർത്ത് പറയാൻ
സാധിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ബോർഡ് അംഗങ്ങളും ഒക്കെ ആയാലും രാഷ്ട്രീയമായി നിയമിക്കപ്പെടുന്നവരാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM-നും, 2 ബോർഡ് അംഗങ്ങളിൽ ഒന്ന് CPI-ക്കും മറ്റൊന്ന് CPM-നാണ്. അതായത് 2 അംഗങ്ങൾ CPM-നും ഒരാൾ CPI-യുടെയുമാണ് നിലവിലത്തെ ബോർഡ് അംഗങ്ങൾ ഉള്ളത്. അപ്പോൾ ഈ കൂടുതലായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണം തന്നെയാണ് ദേവസ്വം ബോർഡുകൾക്കകത്ത് നടക്കുന്നത്. കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ്, അതായത് തിരുവിതാംകൂർ ആയാലും കൊച്ചിനായാലും മലബാർ ആയാലും ഗുരുവായൂരായാലും എല്ലാ ദേവസ്വം ബോർഡുകളും ഒക്കെ തന്നെ ഇതുപോലുള്ള രാഷ്ട്രീയ അതിപ്രസരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനു മുമ്പും വിചിത്രമായ ചില സർക്കുലറുകൾ പുറത്തെടുപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ കത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഉത്തരവ് ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് നമുക്കിനി നോക്കിക്കാണാനുള്ളത്. ഇതിനു മുമ്പ് ക്ഷേത്രങ്ങളിൽ മതപാഠശാലകൾ നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഹൈന്ദവ സംഘടനകൾ ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ നടത്തുന്ന പരിപാടികൾ നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ പ്രതീകമായ കാവി പതാക ക്ഷേത്രാങ്കണത്തിൽ ഉത്സവങ്ങൾക്കോ മറ്റ് ആചാര പരിപാടികൾക്കോ ഒക്കെ തന്നെ കെട്ടുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ ഹിന്ദു വിരുദ്ധ സർക്കുലർ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന്, കേരളത്തിലെ ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇത്തരത്തിൽ, അതായത് സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമെടുക്കുന്ന, നാളെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് വകുപ്പ് തല സെക്രട്ടറിമാരുടെ അല്ലെങ്കിൽ വകുപ്പ് തല മേധാവിമാരുടെ ഒക്കെ തന്നെ യോഗം ചേരുമ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് എംപ്ലോയീസ് യൂണിയനെയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്ത് എംപ്ലോയീസ് അസോസിയേഷനെയോ ഒക്കെ തന്നെ പങ്കെടുപ്പിച്ചു മാത്രമേ സർക്കാർ തല യോഗങ്ങൾ ചേരാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ആവശ്യം, ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന ഒരു തിട്ടൂരത്തിന്റെ പുറത്ത് ആവശ്യപ്പെട്ടാൽ എന്താകും കേരളത്തിന്റെ സ്ഥിതി എന്നതാണ് ഇതിൽ ഏറ്റവും എടുക്കേണ്ട ഒരു കാര്യം. ക്ഷേത്രാചാരങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള CPM-ന്റെ നീക്കത്തെ എന്ത് വില കൊടുത്തും തടയുമെന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമണം.